അതെ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഈ നരേന്ദ്രമോദിനെ കൊണ്ടൊന്നും ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമൻ്റ് ഇട്ട് തള്ളിമറിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഐഡിയ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് അത്യാവശ്യം വേണ്ട തന്നെ നമുക്ക് LPG വേണം, പെട്രോൾ വേണം, പിന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ട്രംപിൻ്റെ കട്ടയം പടം മടങ്ങണം. ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ 2 ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. പിന്നെ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് LPG ഇവിടെ എത്തിക്കണം. LPGയും കുറച്ച് ക്രൂഡ് ഓയിലും. അതിന് ചെയ്യേണ്ട പരിപാടി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആലപ്പുഴയ്ക്ക് വിടുക. ആലപ്പുഴയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഹൗസ് ബോട്ട് റെൻറ്റിന് എടുക്കാൻ സാധിക്കും. ഹൗസ് ബോട്ട് ഒരു 10-20 റെൻറ്റിന് എടുക്കുക. അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോഴത്തേക്കും റേറ്റ് കുറവുണ്ടെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഹൗസ് ബോട്ട് റെൻറ്റിന് എടുക്കുക. എന്നിട്ട് നേരെ ഇറാനിലോട്ട് വെച്ച് പിടിപ്പിക്കുക. ഇറാനിൽ ചെന്നിട്ട് പറയുക, സാറേ എന്നുപോലെ നമ്മളൊക്കെ ഒരേ രക്തമാണ് കേട്ടോ, സാറിന് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അലി ഖമീനി മരിച്ചത് ഞങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു പ്രത്യേക പരിഗണന കാണും. എന്നിട്ട് പറയും, സാറേ ഇന്നപോലെ ഞങ്ങൾക്ക് കുറച്ച് ക്രൂഡ് ഓയിലും കുറച്ച് LPGയും വേണമായിരുന്നു, എന്തുമാത്രം വേണം? അപ്പം ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 500 ലിറ്ററിൻ്റെ ഒരു 10 ടാങ്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 500 ലിറ്ററിൻ്റെ. അപ്പം വീട്ടിലൊക്കെ ഈ വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ്. അത് മതിയാവുമല്ലേ? പിന്നെ അത് ധാരാളം, മതി. അപ്പോൾ അത്രയും ഞങ്ങളൊരു 10 ഹൗസ് ബോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ക്രൂഡ് ഓയിൽ വേണം, പിന്നെ വേറെ കുറച്ച് LPGയും വേണേ. LPG ഈ സെയിം ടാങ്കിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ധാരാളമായിട്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പറയുന്നു. അതിനുശേഷം ഇവർ നിറച്ച് തരും. നിറച്ച് തന്നിട്ട്, അപ്പോൾ സാറേ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഹോർമോസ് കടലെടുക്കുക ഇത് എവിടെയായിട്ട് വരും, അതിലേക്കൂടെ വേണ്ടേ പോകാൻ? അത് നിങ്ങൾ നേരെ ഇവിടുന്ന് പോവുക. നേരെ പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിക്കുക. റൈറ്റ് പോയി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വലതുവശത്ത് ഒരു പള്ളി കാണും. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ നേരെ ഹോർമോസ് കടലെടുക്കിലെത്തും. അപ്പോൾ കാര്യങ്ങളൊക്കെ വഴിയൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി സാറേ. എന്നാൽ പിന്നെ നമുക്ക് ഇച്ചിരി ചായയും പപ്സും ഒക്കെ കഴിച്ചിട്ട് പോയാലോ? അയ്യോ, ചായ ഒന്നും കുടിക്കാൻ നേരെയില്ല. അതെന്താ? അയ്യോ, അവിടെ പാർട്ടിക്കാർ ഭയങ്കര സമരത്തിലാണെന്ന്. ഇത് പെട്ടെന്ന് അവിടെ ഈ LPGയും ഈ ക്രൂഡ് ഓയിലുമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ അമ്മാര് വിഷയം ഉണ്ടാക്കും. അമ്മാരുടെ സമരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അറിയാലോ ആ പാടെ പ്രശ്നം. ഏത് നമ്മുടെ കേരളത്തിലെ പാർട്ടിക്കാരോ? അതെ. അയ്യോ, എന്നാൽ നിൽക്കണ്ട, പെട്ടെന്ന് നോക്കൂ. സാറ് എന്തായാലും ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഇത് കൊണ്ട് കൊടുത്തിട്ടെ ഞങ്ങൾ ഒന്ന് തിരിച്ച് വരുന്നുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് കാണാം കേട്ടോ. പിന്നെ ചായ മാത്രം പോരാ, പിന്നെ സെറ്റാക്കി ആക്കണം കേട്ടോ. പിന്നെ അതിനിപ്പോൾ എന്താ, നമ്മുടെ പിള്ളേരല്ലേ, നിങ്ങളിങ്ങ് പോരും, ധൈര്യമായിട്ട് പോരുന്നു. അങ്ങനെ നമുക്ക് എണ്ണയും LPGയും കിട്ടുന്നു. നമ്മുടെ ഹൗസ് ബോട്ടിൽ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു, സമരം അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ ഐഡിയ. രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധം നിർത്തണം, പിന്നെ ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് ചെയ്യേണ്ട പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അമേരിക്കയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിമാന സർവീസ് ഒന്നും ഇല്ലെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിനൊരു മാർഗ്ഗമുണ്ട്. നമ്മളിവിടെ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്തിട്ട് ഒരു ഹെലികോപ്റ്റർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഹെലികോപ്റ്ററെ കയറുന്നതിന് മുമ്പായിട്ട് നല്ല നാടൻ ബോംബ് കുറച്ച് സംഘടിപ്പിക്കുക, പിന്നെ കുറച്ച് കൊച്ചു പിച്ചാത്തിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. എന്നിട്ട് നേരെ ഈ ഹെലികോപ്റ്ററെ കയറുക. കയറി ഒരു ഹെലികോപ്റ്ററെ നമുക്കുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തൂങ്ങി പിടിച്ചൊക്കെ കിടക്കുക എന്നുള്ളൂ, വേറെ മാർഗ്ഗമില്ല. കാരണം നമുക്ക് പണ്ട് ഈ കല്യാണത്തിനെ ഈ ജീപ്പേ പോകുമ്പോൾ പുറകിലൊക്കെ തൂങ്ങി പിടിച്ച് പോയി പരിചയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഹെലികോപ്റ്ററിലും തൂങ്ങി പിടിച്ച് നിൽക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പോകുന്നു, നേരെ അവിടെ ചെന്ന് ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലോട്ട് പോവുക. ഈ വൈറ്റ് ഹൗസ് കണ്ട് എങ്ങനെ തിരിച്ചറിയും ആശാനെ? വൈറ്റ് ഹൗസ് വെള്ള കളറിലായിരിക്കും, ബാക്കിയുള്ള കെട്ടിടങ്ങളെല്ലാം കറുപ്പ്, അത് മാത്രമാണ് വെളുപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ പോരാത്തതിന് വെളുപ്പ് നിറം കൂടെ ആയതുകൊണ്ട് നമുക്ക് മേളിൽ നിന്ന് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. ഏത് അപ്പം നമ്മൾ നേരെ വൈറ്റ് ഹൗസിലോട്ട് ഇറങ്ങി ചെല്ലുന്നു. ഹലോ മിസ്റ്റർ ട്രംപ്, ഇങ്ങോട്ട് ഇറങ്ങി വരൂ. എന്താ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, യുദ്ധമോ ഏതാണ്ട് ഗീച്ചി കളയുന്നു, ഇറാനെ പുകച്ച് കളയുന്നു, ഏതാണ്ടൊക്കെ പറയുന്നത് വെച്ച് കീറിക്കും. ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാ. കേരളം, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാൻ വഴിയുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ കേട്ടോ, മലയാളി പൊളി മാസ്, മലയാളി ഡാ. അയ്യോ, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തോ പ്രശ്നക്കാരാണെന്ന് തോന്നുന്നല്ലോ. എന്നാൽ ഇതും കൂടെ കേട്ടോ, പ്രബുദ്ധ മലയാളി. എൻ്റെ അമ്മയെ പ്രബുദ്ധ മലയാളിയാണോ? എൻ്റെ കൈയും കാലും ഓടുന്നില്ലേ? വിറച്ച് എൻ്റെ മക്കളെ വേണ്ടത്, എനിക്ക് പേടിയാവുന്നു. അതെ, യുദ്ധം ഒന്ന് നിർത്തണമായിരുന്നു. യുദ്ധം നിർത്തണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും നിർത്താൻ പറ്റുമല്ല. അതെ, ഞങ്ങളിപ്പോൾ ഇത്രയും പേരെ വന്നിട്ടുള്ളൂ. അറിയാലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ, ട്രംപണ്ണൻ അറിയാമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അറിയാവേ, ഞങ്ങൾ പെട്ടെന്ന് നിർത്താൻ പോകണേ. ഒരു 10 മിനിറ്റ് സമയം തരാമോ? 10 മിനിറ്റ്. ഹലോ, എൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരെ, കേരളത്തിൽ നിന്ന് പ്രബുദ്ധ മലയാളി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, പ്രബുദ്ധ മലയാളി വന്നോ? ട്രംപണ്ണ, അതെ, നമുക്കെന്നാ യുദ്ധം നിർത്തിയേക്കാം, ഞങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അങ്ങനെ യുദ്ധം അവസാനിക്കുന്നു. പിന്നെ കിളികൾ നൃത്തമാടുന്നു, മയിലുകൾ ആനന്ദ നൃത്തം ചവിട്ടുന്നു. അയ്യോ, അത് ട്രെയിനാണല്ലോ.
എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ചുമ്മാ തമാശ രൂപേണ പറഞ്ഞ കേട്ടോ, ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. അതായത് ഇവിടെ കുറേ യുദ്ധപ്രിയന്മാരുണ്ട്. ഇപ്പോൾ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന പോലെ പാകിസ്ഥാനെ കയറി ആക്രമിച്ചു, അതിൻ്റെ തെളിവ് എവിടെയെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതും പറ്റത്തില്ല. എന്നാൽ സമാധാനത്തോടെ മുമ്പോട്ട് പോയേക്കാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമാണെന്നാണ് വിചാരം. പണ്ട് ഈ മഹാഭാരതം സീരിയലിനകത്ത പോലെ ഇങ്ങനെ അമ്പ് അങ്ങോട്ട് വിടുന്നു, ഒരമ്പ് തിരിച്ചു വിടുന്നു, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു, രണ്ടും കൂടെ മാഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒന്നും അല്ല ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ. അറിയാൻ മേലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എത്ര കോടികൾ നഷ്ടമാവുമെന്നറിയാമോ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിം എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകും ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് 3 രാജ്യങ്ങൾ തമ്മിൽ അടിച്ചിട്ട് തന്നെ നമുക്കിവിടെ LPG കിട്ടാനില്ല. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ പട്ടിണിയാണ്. അതുപോലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വന്തം രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവിടെ കുറേ എണ്ണം കയറി അടിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഏത് ഗാനമേളക്കൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടിക്കുന്ന പോലെയാണെന്നാണ് വിചാരം. നരേന്ദ്രമോദിക്കാണെങ്കിൽ യാതൊരു സമാധാനമില്ല. പുള്ളിക്കാണെങ്കിൽ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കയറി അടിക്കണമെന്ന് പറയും. കയറി അടിച്ച് കഴിയുമ്പോഴത്തേക്കും പറയും എന്നാൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും. ഇപ്പോൾ അവിടുന്ന് എണ്ണ വരുന്നില്ല. എന്നാൽ എണ്ണ വല്ല വിധാനം 1-2 കപ്പൽ വന്നു. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കപ്പൽ എന്തെങ്കിലും സംഭവിച്ചു, അന്നേരം പറയും ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, എണ്ണ ഇപ്പോൾ കൊണ്ടിട്ട് നമ്മുടെ കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സമാധാനമായല്ലോ എന്ന് പറയും. എന്ത് ചെയ്യാനാണെന്നോ? ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ BJP ആണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ ഈ സമയത്ത് രാജ്യം ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല. രാജ്യം പണ്ടാറടങ്ങി നശിച്ച് കിടക്കണം. അന്നേരം ഉള്ളൂ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുള്ളൂ BJP കയറി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പം രാജ്യം കുട്ടിച്ചോറാക്കിയെന്ന് നമുക്ക് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് ഈ തത്രപ്പാട് മൊത്തം പെടുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥ ഇപ്പം.